ഓക്കെ, എൻ്റെ ക്യാമറ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. കാരണം ഇതിന് ഫ്രണ്ട് ഫേസിങ് ക്യാമറ ഇല്ല എന്നുള്ളത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതായത് സെൽഫി ക്യാമറ അവൈലബിൾ അല്ല സ്ക്രീൻ മോഡിൽ. ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരിടത്തും ഫ്രണ്ട് ഫേസിങ് ക്യാമറ എടുക്കാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. നോക്കാം, സ്ക്രോൾ ചെയ്ത് നോക്കാം. വീഡിയോ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഫോട്ടോ, മാനുവൽ, പനോരമ, സ്ക്വയർ, ഈ ഓപ്ഷൻസൊക്കെ ഉള്ളൂ. എവിടെയെങ്കിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാലൊന്നും ആക്റ്റീവ് ആവുന്നില്ല. മുകളിലത്തെ മെനൂസ് നോക്കി കഴിഞ്ഞാലും ആ ഫോട്ടോസിന് അനുസൃതമായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒന്നും ഫ്രണ്ട് ഫേസിങ് ക്യാമറ എടുക്കാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. അല്ല, മെനൂസ് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതല്ലാതെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പം നേരെ നമുക്ക് ക്യാമറ സെറ്റിങ്സിൽ പോവാം. അതിൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ റെസല്യൂഷൻ ആൻഡ് റീസെറ്റ് സെറ്റിങ്സ്, ഈ രണ്ട് ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് റെസല്യൂഷൻ എടുക്കാം. സെറ്റ് റെസല്യൂഷൻ ഓഫ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ടേക്കൺ വിത്ത് മെയിൻ ഓർ ഫ്രണ്ട് ക്യാമറ. അപ്പം ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടോ മെയിൻ ക്യാമറ വെച്ചിട്ടോ, അതായത് ബാക്ക് ക്യാമറ വെച്ചിട്ടോ എടുത്ത ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ റെസല്യൂഷൻ ഡിസൈഡ് ചെയ്യുന്നതിൻ്റെ മെനു ഓപ്ഷനാണിത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇഷ്യൂ ഇവിടെ തന്നെ ഉണ്ട്. ബാക്ക് ക്യാമറ ഇല്ല, ബാക്ക് ക്യാമറ ഉണ്ട്, ഫ്രണ്ട് ക്യാമറ അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടെ തന്നെ അത് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആകെ ചെയ്യാനുള്ളത് റീസെറ്റ് സെറ്റിങ്സിലാണ്. റീസെറ്റ് സെറ്റിംഗ് അടിച്ചു, ഓക്കെ അടിച്ചു. ഓക്കെ, ഇപ്പം സെറ്റിങ്സ് മാറിയെന്നറിയാം. എൻ്റെ നേരത്തെ 16:9 ആയിരുന്നു ഈ സ്ക്രീൻ കിടന്നിരുന്നത്. ഇപ്പോൾ അത് 4:3 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതായിരിക്കും ഡീഫോൾട്ട് സെറ്റിംഗ് എന്ന് തോന്നുന്നു. ഇപ്പോഴും നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ അല്ലെ സെൽഫി ക്യാമറയുടെ ഓപ്ഷൻസ് ഒന്നും ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ തിരിച്ച് മെനുവിൽ തന്നെ പോകുന്നു. എൻ്റെ റെസല്യൂഷൻ ഞാൻ തിരിച്ച് ബാക്ക് ക്യാമറ കണ്ടില്ല. ഇപ്പോഴും ബാക്ക് ക്യാമറ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിനകത്ത് 16:9 ഇടുന്നു, തിരിച്ചു വരുന്നു. ഇപ്പം 16:9 ആയിട്ടുണ്ട്. സെൽഫി ക്യാമറ അല്ലെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയുടെ എടുക്കാനുള്ള ബട്ടൺസ് ഒന്നും അവൈലബിൾ അല്ല. ഇനിയിപ്പം ചെയ്യാനുള്ളത് ഒരു സിസ്റ്റം റീസ്റ്റാർട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ സെൽഫി ക്യാമറ യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട് ഇത് പോയത് എന്നാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ എൻ്റെ ഫോൺ ഒറിയോയിൽ നിന്ന് പൈയിലോട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇത് ഫോൺ നോക്കിയാണ്. നോക്കിയ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് എല്ലാം പെട്ടെന്ന് കിട്ടും. അപ്പം 2 ആഴ്ച മുമ്പ് ഞാനിത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. തൽക്കാലം ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാനിത് റീസ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഡയറക്റ്റ് ക്യാമറയിലോട്ട് പോയി നോക്കാം ഇപ്പം എന്താ അവസ്ഥയെന്നറിയാമല്ലോ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ട് ഫേസും സെൽഫി ക്യാമറ എടുക്കാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അവൈലബിൾ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ ക്യാമറ എററാണ് കാണിച്ചേക്കുന്നേക്കാം. നോക്കാം എന്താണ് ഇഷ്യൂ എന്നുള്ളത്. ഒന്നുകൂടെ എടുക്കാം. ഫ്രണ്ട് ഫേസിങ് ക്യാമറ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട് ഫേസിങ് ക്യാമറ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, കണക്റ്റഡ് ആയി. ഓക്കെ, അപ്പം സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫ്രണ്ട് ഫേസിങ് ക്യാമറ കാണുന്നില്ലെങ്കിൽ നമ്മുടെ ഫോട്ടോ ക്യാമറ ആപ്ലിക്കേഷനകത്തിൽ കയറി നോക്കുക, ഏതെങ്കിലും ഓപ്ഷൻ എനേബിൾ ചെയ്യാനുണ്ടോ നോക്കുക. അതിനകത്തിൽ പ്രത്യേകിച്ചൊന്നും എനേബിൾ ചെയ്യാനില്ല. അതിനകത്തിൽ തന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആക്ടിവേറ്റ് ചെയ്യാനോ അതിൻ്റെ എന്തെങ്കിലും റെസല്യൂഷൻ ചേഞ്ച് ചെയ്യാനോ ഉള്ള മെനു അല്ലെ ഓപ്ഷൻസ് അവൈലബിൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആപ്ലിക്കേഷനിൽ പിന്നെ തപ്പിയിട്ട് കാര്യമൊന്നുമില്ല. നേരെ പോവുക, സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുക, തിരിച്ചു വരിക, ആപ്ലിക്കേഷൻ പിന്നെ എടുക്കുക, ഫ്രണ്ട് ഫേസിങ് ക്യാമറ അവൈലബിൾ ആയിരിക്കും. ഇത് നോക്കിയയുടെ ഒരു കുഴപ്പമൊന്നുമല്ല, മിക്കവാറും എല്ലാ ഫോണിനും പറ്റുന്നതാണ്. കാരണം നേരത്തെ എൻ്റെ ഇരുന്ന ഒരു HTC Desire 820 ആയിരുന്നു. അതിനും
സെയിം ഇഷ്യൂ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഈ മൊബൈലിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ സമയത്ത് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറപ്ഷൻ വരുന്നോ, എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. എന്തായാലും ഇതിൻ്റെ സൊല്യൂഷൻ ഇതാണ്, ജസ്റ്റ് റീസ്റ്റാർട്ട്. താങ്ക് യു.